എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഗ്രാമീണ മേഖലയായ വിതുരയിലൂടെയാണ്. അപ്പോൾ ഞങ്ങളിന്ന് ശരിക്കും ഒരു സിനിമയുടെ ലൊക്കേഷൻ തപ്പി ഇറങ്ങിയതാണ്. നമുക്ക് വേണ്ടത് ഒരു ഉൾനാടൻ പ്രദേശത്ത് ഒറ്റപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു റിസോർട്ടും മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയുമുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് തപ്പിയാണ് നമ്മളിന്ന് ഇറങ്ങിയത്. അങ്ങനെ ആ യാത്രയിൽ നമ്മൾ കണ്ട സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഞങ്ങളങ്ങനെ വിതുരയ്ക്ക് അടുത്ത് തന്നെയുള്ള പാച്ചിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് റിസോർട്ട് ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടില്ല. എന്നിരുന്നാലും നമുക്ക് റിസോർട്ടിന് സെറ്റ് ഇടാൻ പറ്റിയ സ്ഥലം കിട്ടിയാലും മതി. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മുഴുവൻ പ്ലാന്റേഷൻ ഫോറസ്റ്റ് ആണ്. മൂടികെട്ടി അന്തരീക്ഷമായതുകൊണ്ട് നല്ലൊരു കുളിർമയുണ്ട് ഇതുവഴി യാത്ര ചെയ്യാൻ. പോരാത്തതിന് നല്ല വാറ്റുവില്ലിൻ്റെ മണവും. ഇതുവഴി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ട്രൈബൽ സ്കൂളുണ്ടെന്നും പറഞ്ഞു കേട്ടു. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി കാണാം. ഇവിടെ വളരെ തിക്ക് ഫോറസ്റ്റ് അല്ലെങ്കിലും ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്നാണ് പറഞ്ഞു കേട്ടത്. കാരണം പൊന്മുടിയൊക്കെ ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ എന്തായാലും ഇതുവഴി വരുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് വേണം വരേണ്ടത്. അല്ലാതെ ഇവിടെ ശല്യങ്ങളൊന്നുമില്ല. നമ്മളായിട്ട് ഇവിടെ വന്ന് ഇവിടത്തുകാർക്കൊരു ശല്യം ആവാതിരുന്നാൽ മതി. പ്രകൃതി സൗന്ദര്യവും പച്ചപ്പും കുളിർമയും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുവഴിയുള്ള യാത്ര വളരെ മനോഹരമാണ്. 2 വീലറും 4 വീലറും ട്രാവലറും ഒക്കെ യഥേഷ്ടം കടന്നു പോകുന്ന റോഡ് സംവിധാനം ആയതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഇതുവഴി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഏക്കർ കണക്കിന് സ്ഥലത്ത് റബ്ബർ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ മഴയത്തും വെട്ടാൻ പറ്റുന്ന രീതിയിൽ മഞ്ഞ ഷെയ്ഡുകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ റബ്ബർ തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. നേർക്കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റബ്ബർ കൃഷിയില്ലാത്ത സ്ഥലത്തുനിന്ന് വരുന്ന ഒരാളിന് ഈ കാഴ്ച തീർച്ചയായും വളരെ കൗതുകകരമായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രൈബൽ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കാടിന് കുറച്ചുകൂടെ കാഠിന്യം കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളങ്ങനെ ട്രൈബൽ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി ലൊക്കേഷനൊക്കെ നോക്കി. സ്കൂളും പരിസരമൊന്നും നമ്മൾ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്തില്ല. മാത്രവുമല്ല നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒരു ലൊക്കേഷൻ ആയിരുന്നില്ല. ഇനിയപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയുള്ള ലൊക്കേഷൻ നോക്കാം, അവിടെയുള്ള കാഴ്ചകളും കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു ഉൾനാടൻ പ്രദേശത്തു കൂടിയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പുഴയൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് കല്ലാറാണെന്നാണ് തോന്നുന്നത്. ഇതിന് കുറുകെ ഒരു പാലം ഉണ്ടെങ്കിലും അതിന് കൈവരിയൊന്നുമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ ചിലപ്പം പുഴയിൽ പോവും. നല്ല വെള്ളമുണ്ട് ഇപ്പോഴും. ഞങ്ങൾ നിരന്ന പ്രദേശത്ത് നിന്നും ഇപ്പം അല്പം ഉയരമുള്ള പ്രദേശത്തുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ധാരാളം പൈനാപ്പിൾ കൃഷിയൊക്കെ കാണാം. റബ്ബറിൻ്റെ ഇടയിലാണ് ഈ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ റബ്ബർ വെട്ടാൻ പാകമാകുന്നത് വരെ പൈനാപ്പിൾ അവർക്കൊരു ആദായമാണ്. നേരത്തെ നമ്മൾ കണ്ടത് മഞ്ഞ ഷെയ്ഡിട്ട റബ്ബർ തോട്ടമായിരുന്നെങ്കിൽ ഇപ്പം നീല ഷെയ്ഡിട്ട റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം പൊന്മുടി ഭാഗത്തുള്ള മലനിരകളൊക്കെ കാണാം. ഞങ്ങളങ്ങനെ നല്ലൊരു കയറ്റമൊക്കെ കയറി വിതുരയിലുള്ള മറ്റൊരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയും മുഴുവൻ റബ്ബർ കൃഷി തന്നെ കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തി തന്നത് നമ്മൾ വിതുരയിൽ റൂമെടുത്ത ശ്രീലക്ഷ്മി ലോഡ്ജിൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. സ്വകാര്യ വസ്തു ആയതിനാൽ അനുവാദം കൂടാതെ അന്യർ അകത്ത് പ്രവേശിക്കരുത്. ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആഹാ, ഇത് കൊള്ളാലോ. 2 സൈഡും റബ്ബറും നടുക്കൂടെ തറയോടും പാകിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ച. ബ്ലാക്കും റെഡും അടങ്ങിയിട്ടുള്ള തറയോട് ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടേ. നല്ല ഭംഗിയുണ്ട് നേർക്കാഴ്ചയിൽ. ഇവിടെ 1-2 വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ തോട്ടവും പരിസര പ്രദേശങ്ങളും ഒക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവിടെ ഒരു കയർ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വലത് സൈഡിലോട്ട് പോകാൻ പാടില്ല. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോകാം. ആ വീട്ടിലോട്ട് പോയി കാര്യങ്ങൾ ചോദിക്കാം. ഇതാണ് തനി ഉൾനാടൻ ഗ്രാമാന്തരീക്ഷം. നല്ല സുഖമുണ്ട് ഇതുവഴി നടക്കാൻ. നല്ല തണുപ്പുമുണ്ട് കേട്ടോ. അവിടെ ആരൊക്കെ താമസമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊക്കെ പോയി കാണാം. ഇവിടെ ധാരാളം ബന്ദിച്ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ലൊരു ഭംഗി. ഒരു വണ്ടാശാൻ വന്ന് തേൻ കുടിക്കുന്നുണ്ട്. നല്ല രസമുള്ള വണ്ടല്ലേ, കൊള്ളാം. ഇവിടെ പലതരത്തിലുള്ള ചെടികളൊക്കെ ധാരാളം നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത്. നേർക്കാഴ്ചയിൽ എന്താ ഭംഗിയെന്നറിയാമോ. മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം. ഇവിടെ ഒരു അമ്മ താമസമുണ്ട്.
അത് പൊന്മുടി ഭാഗമല്ലേ അവിടെ? ഇതേത് ഭാഗമാണ്? ഓ, അത് ബോണക്കാടാണല്ലേ. ഇപ്പോഴും നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടൊക്കെ പോയി കാണാം. ഇവിടെ കൃഷിക്കാർ നടക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കും അതുവഴി ഒന്ന് പോയി നോക്കാം. ഓഹ്, പൊളപ്പം വ്യൂ, അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ റംബൂട്ടാൻ ഇപ്പം സീസൺ ആയതുകൊണ്ടെല്ലാം വലയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് കണ്ട അടിപൊളി വ്യൂ. ഇപ്പം ഈ മഴക്കാറിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഇത് ബോണക്കാടെന്നാണ് പറഞ്ഞു കേട്ടത്. കണ്ടോ റംബൂട്ടാൻ നിൽക്കുന്നത്. അപ്പം മഴ സമയമായതുകൊണ്ട് നല്ല പച്ചപ്പ്. ഇവിടെ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. താഴെ ഒരു തടാകം പോലെ കാണുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വാഹനം ഇറങ്ങി വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഹിൽ പ്ലേസ് കിടക്കുന്നുണ്ടോ? സൂപ്പർ കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അടിപൊളി. ഇവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. കാറ്റാടി മരങ്ങളും. അയ്യോ, ഇവിടെ കണ്ട വാത്ത കിടക്കുന്നു. വാത്ത കിടക്കുന്നുണ്ടോ? എന്നെ കണ്ടപ്പോഴത്തേക്ക് അറഞ്ചം പുറഞ്ചം വിളിക്കുകയാണ്. ആഹാരം കൊണ്ടുവന്നെന്ന് കരുതിയായിരിക്കും. ആഹാരം കൊണ്ടുവന്ന്. അയ്യോ, അടിപൊളി വ്യൂ കേട്ടോ. സൂപ്പർ സ്ഥലം. ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയൊരു ബോട്ട് സർവീസൊക്കെ നടത്താൻ പറ്റും. ഇറങ്ങുന്നുണ്ടോ? ബോട്ടുണ്ട്. നല്ല ടൈപ്പ് പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. കാറ്റാടി മരങ്ങളും. അങ്ങോട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. ഞാൻ ഈ ലേക്കിൻ്റെ അപ്പുറത്തെ വശത്ത് നിന്നും ഇപ്പുറത്തേക്ക് വന്നേ. ഇതൊരു കൃത്രിമ ലേക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെയും നല്ല ചെടികളൊക്കെ വരിവരിയായി വെച്ചിട്ടുണ്ട്. അതേപോലെ തെങ്ങ് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല പൈനാപ്പിൾ കൃഷിയൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ലേക്കിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം അവിടെ പോയിട്ട് ഒരു കുളമൊക്കെ അവിടെ താനെ രൂപപ്പെട്ടിട്ടുണ്ട്. അതും എന്തായാലും കൊള്ളാം. അതിൻ്റെ താഴ്ഭാഗത്തേക്കൊക്കെ കൃഷി കാണും. ഇവിടെ കണ്ടോ റംബൂട്ടാനിൽ വലയിട്ട് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ പഴങ്ങളെല്ലാം പാകമായിട്ട് നിൽക്കുകയാണേ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബ്രൈമൂറിൻ്റെ നല്ല കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, ഇപ്പം ഫോഗ് ഇറങ്ങി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ടുള്ള ദൃശ്യം വ്യക്തമാവാത്തത്. അടിപൊളി ഒരു ക്ലാസ്സിൽ തെറ്റി ചെടി നിൽക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതിനെ ക്ലാസ്സിൽ തെറ്റി എന്നാണ് പറയുന്നത്. വേറെ നാട്ടിലുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ അവിടുത്തെ പേര് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ അവിടെ കാറ്റാടി മരത്തിൻ്റെ മൂട്ടിലൊരു ചെടി ഇരിക്കുന്നുണ്ടോ? കണ്ട നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ തടാകത്തിൻ്റെ അങ്ങേവശത്ത് വെള്ളത്തിലായിട്ടൊരു കെട്ടിടം കാണുന്നുണ്ടോ? അതൊരു റിസോർട്ടാണ്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങോട്ട് വന്നത്. ഈ തടാകത്തിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന വെള്ളം താഴേക്ക് പോകാനായിട്ട് ഇവിടെ കോൺക്രീറ്റ് കൊണ്ടൊരു ചാല നിർമ്മിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല മഴക്കാലമാകുമ്പോഴത്തേക്കും ഇവിടെ കൃത്രിമമായിട്ടൊരു വെള്ളച്ചാട്ടം രൂപപ്പെടും. നമ്മൾ തടാകത്തിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് കണ്ട റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ഉണ്ട്. അപ്പോൾ റിസോർട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അത്യാവശ്യം ഇതിൻ്റെ പുറകിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികളൊക്കെ നട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഫുള്ള് റിസോർട്ട് വെള്ളത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരാൾ ചാരി നിൽക്കുന്ന ഒരു പ്രതിമ ഉണ്ട്. ദൂരം കാണുമ്പോഴത്തേക്കും ശരിക്കും ഒരാൾ നിൽക്കുന്നതെന്ന് തോന്നും. ഹൗസ് ബോട്ട് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചൂണ്ടയും ഇടാം. ഞങ്ങളങ്ങനെ താഴെ നിന്നും ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറി. അവിടെ നിന്നുള്ള കാഴ്ചയാണത്. നല്ല വ്യൂ ആണ്.
അത്യാവശ്യം ഇതിനകത്ത് നമുക്ക് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാം കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് പോവാം. ഇതിൻ്റെ താഴത്തെ നിലയിൽ 2 ഫാമിലിക്ക് താമസിക്കാമെന്ന നമ്മളെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞത്. കൊള്ളാമല്ലേ? നമുക്ക് ചൂണ്ടയെ കൊണ്ടുവരികയാണെങ്കിൽ ചൂണ്ടയിട്ട് ഇതിൽ നിന്ന് തന്നെ നല്ല മീനെയൊക്കെ പിടിക്കാം. പള്ളത്തിയും സിലോപ്പിയൊക്കെ കിടപ്പുണ്ട് ഇതിൽ. പ്രതിമ കണ്ടോ? കൈയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് അങ്ങോട്ട് പോകാം. ഇതുവഴി സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാല് തന്നെയാണ് വെള്ളത്തിൽ പോകും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ ബ്രൈമൂർ ഭാഗം മുഴുവൻ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. നമുക്ക് കറക്റ്റ് ഫ്രണ്ട് വശം കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ദൂരെ പോയി നിന്നിട്ട് സൂം ചെയ്തെടുക്കണം. കണ്ടോ, താഴെ 2 റൂമാണുള്ളത്. ഇപ്പോൾ 2 ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം. ഈ റിസോർട്ടിൽ നിന്ന് നമുക്ക് പുറത്തു വന്നിരിക്കണമെന്ന് തോന്നിയ ഈ ഓലമേഞ്ഞ ഷെഡിനടിയിൽ വന്നിരിക്കാം, ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചുകൊണ്ട്. ഒരു നീർച്ചാൽ വരുന്നതുണ്ടോ? ഇത് കുന്നിൻ്റെ മണ്ടയിൽ വരുന്നതാണ്. അപ്പം ഇതിലുള്ള വെള്ളമാണ് തടഞ്ഞു നിർത്തിയിട്ട് അവിടെ തടാകമായിട്ട് മാറ്റിയിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. പ്രകൃതിയെയും ഇത്തരം ലൈഫിനെയും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം ഇതിൻ്റെ ഉടമസ്ഥനെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിതുരയിലുള്ള ശ്രീലക്ഷ്മി ലോഡ്ജിൻ്റെ ഉടമയാണ് നമ്മളെ ഇതൊക്കെ കൊണ്ട് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം. മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. സിറ്റിയിൽ നിന്ന് മാറി ഒരുപാട് ഉൾപ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പെട്ടെന്ന് ആർക്കും വന്ന് എത്താൻ പറ്റാത്ത ഒരു പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വിതുര ഇറങ്ങിയിട്ട് ശ്രീലക്ഷ്മി ലോഡ്ജുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ, അതായത് മങ്കയം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാം. ഞങ്ങളങ്ങനെ മറ്റൊരു റിസോർട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. പിന്നെ നമ്മൾ സ്കൂട്ടറിലുള്ള യാത്ര മതിയാക്കിയിട്ട് കാറിലാക്കി. കാറിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല തേരിയാണ്. കോൺക്രീറ്റ് റോഡാണെങ്കിലും നല്ല തേരി ആയതുകൊണ്ട് വണ്ടി കയറി പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ 2-3 പേര് അവിടെ ഇറങ്ങി. ഡ്രൈവർ മാത്രം വണ്ടിയും കൊണ്ട് മുകളിൽ വന്നു. അപ്പം അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് ദേ ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ബ്രൈമൂർ കുറച്ചുകൂടി അടുത്ത് കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നല്ല, അങ്ങനെ തന്നെയാണ്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലത്ത് അടിപൊളി റിസോർട്ട് കണ്ടില്ലേ? സൂപ്പറല്ലേ? അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രൂക്കൻ ബൗൾഡേഴ്സ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. കണ്ടോ, റിസോർട്ടിനകത്ത് നിന്നും ആൾ വന്ന ഗേറ്റ് തുറന്നു. മുള കൊണ്ടാണ് ഗേറ്റൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോഴേ നമുക്കിനി അകത്തുള്ള കാഴ്ചകൾ പോയി കാണാം. നമ്മൾ പുറത്ത് നിന്ന് കണ്ടണക്കല്ല, അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളെ കൊണ്ടുവന്ന ചേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ടെമ്പോ ട്രാവലർ പിടിച്ചൊക്കെ ഇവിടെ താമസിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്, ഫാമിലി ആയിട്ട്. അവരൊക്കെ ഈ ബിൽഡിങ്ങിനകത്തായിരിക്കും. എന്തായാലും അവരുടെ പ്രൈവസിലോട്ടൊന്നും നമ്മൾ ക്യാമറ വയ്ക്കുന്നില്ല. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ട്രീ ഹൗസൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി കാണാം. കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിറങ്ങി കളിക്കാനുള്ള നല്ല മുറ്റമൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു തോടാണെന്ന് തോന്നുന്നു. വെള്ളം നല്ല പച്ച കളറിൽ കിടക്കുന്നു. അടിപൊളി ഒരു ബ്രിഡ്ജൊക്കെ ഇവിടെ പണിതിട്ടുണ്ട്. കൊള്ളാം. തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് വഴി കയറി അപ്പുറത്ത് കിടന്നിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അവിടെ ഇവിടെ അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ സൂപ്പർ തന്നെ കേട്ടോ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ സ്വിമ്മിംഗ് പൂള് കാണുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ഊറ്റുണ്ടല്ലോ, ആ വെള്ളമായിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ അവർ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റി. നല്ല തണുപ്പായിരിക്കും, കാരണം ചുറ്റിലും വൃക്ഷങ്ങളല്ലേ, വെയിലൊന്നും അധികം അടിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
കണ്ടില്ലേ, മുന്തിരി ഓറഞ്ചാണെന്ന് തോന്നുന്നു. തന്നെ മുന്തിരി ഓറഞ്ച് തന്നെ. ഇഷ്ടംപോലെ കായുണ്ട്. കണ്ട കായ്ക്കണ കണ്ട, അടിപൊളി. എന്തായാലും പ്രകൃതിയെ മാക്സിമം നോവിക്കാത്ത രീതിയിൽ തന്നെ അവർ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഉരുളം പാറയും, ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി ചെയ്യുന്ന ഫോട്ടോസൊക്കെ എടുക്കാം, വെറുതെയെങ്കിലുമൊക്കെ കയറിയിരിക്കാം. നല്ല ഭംഗിയുണ്ട്. അതൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ഈ റിസോർട്ട് ഇവിടെ പണിതിരിക്കുന്നത്. കണ്ടില്ലേ, ട്രീ ഹൗസ് അല്ല, ചെറിയ കുറ്റിക്കാലിൻ്റെ മുകളിലൊക്കെയാണ് ഇത് പണിതിരിക്കുന്നത്. തറയിലിരിക്കുന്നതും ഉണ്ട്. കണ്ടില്ലേ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ദിവസം ഇവിടെ താമസിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഹട്ടുകൾ ഇവിടെയുണ്ട്. അതൊക്കെ മുകളിലോട്ടാണ്. നമുക്ക് ഇനി അങ്ങോട്ട് നടന്ന് അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒരു അട്ട ഇരിക്കുന്നത് കണ്ടോ. ഇതേപോലെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിപ്പം കൂടിയ അട്ടയെ കാണാം, സാധാ അട്ടയല്ല. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് പോവാം. ഇവിടെയൊക്കെ നമുക്ക് 4 വീലർ ഓട്ടിച്ച് പോകാൻ പറ്റും കേട്ടോ. അതിനനുസരിച്ചാണ് അവർ വഴി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് പൂർണ്ണമായും കുറ്റിക്കാലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രൈമൂർ മലനിരകളുടെ അടിഭാഗമായിട്ട് വരും. അപ്പോൾ മുകളിലോട്ടൊക്കെ റിസോർട്ടുണ്ട്. ഇനി അധികം മുകളിലോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അതിനുള്ള പെർമിഷനും ഇല്ല, സമയവും ഇല്ല. ഇവിടെ AC ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് അല്ലെങ്കിൽ ഡിസംബർ ആ സീസൺ നോക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. AC ഉണ്ടെങ്കിലും ചൂട് സമയത്ത് വന്നാലും വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. കാര്യം ഇത്രയും വൃക്ഷങ്ങളും പിന്നെ മലയുടെ അടിഭാഗത്തുമൊക്കെ അല്ലേ ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പം കാണത്തില്ല. പിന്നെ AC വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. AC ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ കൂടെ വന്നവരൊക്കെ തിരിച്ചു പോയി. അപ്പം താഴെ ഒരു ചേട്ടൻ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇവിടുത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടെ പെർ ഡേ റേറ്റ് എങ്ങനെ? ഓരോ കോട്ടയിനും ഓരോ റേറ്റാണ്. 4 പേർക്കുള്ള 8 പേർക്കുള്ള 10 പേർക്കുള്ള കോട്ടയുണ്ട്. 10 പേർക്കുള്ള 11 ആവും. ഇത് 8 പേർക്കുള്ള 8500. പിന്നെ 4 പേർക്കുള്ളത് നോണിലത്തെ ആണെങ്കിൽ 2 എണ്ണം. ഈ ഹൗസാണ് 2 റൂമുണ്ട്. അത് 6500 ആവും. 6500 അല്ലേ? ഇവിടെ ഇരിക്കണം 4000. അത് 4000 അല്ലേ? ഇത് 4000. ഈ ട്രീ ഹൗസ് കണക്ക് ഇരിക്കുന്നതെല്ലാം റേറ്റ് കൂടുതലാണ്. റേറ്റ് കൂടും. ഫുഡ് കാര്യങ്ങളെല്ലാം വീണ്ടും അവൈലബിൾ ആണ്. ഫുഡൊക്കെ നമ്മൾ പറഞ്ഞാൽ തയ്യാറാക്കി തരുമല്ലേ? ഓക്കെ. കാല് നനയ്ക്കാൻ വയ്യ, അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക്